ഹലോ ചങ്ങായിസ്, എല്ലാവർക്കും കവിസ്ഡ്രീംട്യൂബിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നാട്ടിലാണ് കേട്ടോ, ഏട്ടൻ്റെ വീട്ടിലാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം. അപ്പം അത് ബാക്കിൽ ഞങ്ങളുടെ ഫോട്ടോ വെച്ചേക്കുന്നുണ്ട്. അത് കല്യാണത്തിന് ഓഡിറ്റോറിയത്തിൽ വെക്കില്ലേ, അമ്പലത്തിൽ ഇങ്ങനെ വാതിലിൽ വെച്ചിരുന്നതാണ്. അത് നമ്മളിങ്ങനെ റൂമിൽ വെക്കുന്നതാണ്. ഇനിയപ്പോൾ എല്ലാവരും കുളിച്ച് റെഡി ആയതിനു ശേഷമൊക്കെ നമുക്കൊന്ന് കാണാം. സൂപ്പറാണോ? സൂപ്പറാണെങ്കിൽ എങ്ങനെയാ കാണിക്കുന്നേ? പറയെന്തെങ്കിലും സൂപ്പറാമെന്ന് പറ. ഇങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്. ഹലോ ചെങ്ങായിസ് എന്നൊന്ന് പറഞ്ഞേരെ. എല്ലാവർക്കും ഹാപ്പി ഓണമെന്ന് പറ. ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും ഹാപ്പി ഓണമെന്ന് പറ. നിങ്ങളുടെ വീട്ടിലല്ല. അപ്പം അത് ദേവൂട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ കണ്ടത്. ഇനി ഞങ്ങൾ കഴിക്കുകയാണ്. അപ്പം ഞാനും ഏട്ടനും ഏട്ടത്തിയും മാളേച്ചി ഞങ്ങൾ മൂന്നരയിലാണ് രാവിലെ കഴിക്കുന്നത്. പപ്പയും അമ്മയൊക്കെ ഇനി പിടിച്ച് ലേറ്റായിട്ടേ കഴിക്കുള്ളൂ. അപ്പം ഞാൻ രാവിലെ ഇഡലിയും സാമ്പാറുമായിരുന്നു, കുറേ നാൾക്ക് ശേഷം നാട്ടിലെ ഇഡലി സാമ്പാർ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അമ്മ അടുക്കളയിൽ ഓരോ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുക. ഉത്രാട ദിവസമാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തിരുന്നത്. ഇത് ഇഞ്ചി അച്ചാർ ഒക്കെ പറയാം, അത് വെച്ചോണ്ടിരിക്കുകയാണ്. വന്നാട്ടെ ചെങ്ങാതിമാരെ, നിങ്ങളെല്ലാരും വന്നാട്ടെ, ഓണ സദ്യ കഴിക്കാന്ന് പറഞ്ഞു. സൂപ്പർ. അച്ഛമ്മ ചായ ഇടുന്നു, അനുചച്ച നോക്കുന്നു. നമ്മുടെ ഉത്രാടത്തിന് പ്രത്യേക പരിപാടികൾ. അപ്പോൾ ഇത് വന്നിട്ട് ഉച്ചക്കത്തെ സദ്യയാണ് കേട്ടോ. ഉത്രാട ദിവസം വലിയ സദ്യയായിട്ടല്ല എങ്കിലും അവിയലും മെഴുക്ക് പുരട്ടി, നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, അച്ചാറ്, നമ്മൾ തിരുവോണത്തിനത്തേക്ക് വേണ്ടി എന്തായാലും അച്ചാറുകളൊക്കെ വെക്കുമല്ലോ, അതൊക്കെ കൂട്ടി നല്ല ഉഗ്രനൊരു സദ്യ അങ്ങോട്ട് കഴിച്ചു ഉത്രാട ദിവസത്തിൽ. പിന്നെ നമ്മൾ 6 മാസത്തിന് ശേഷം നാട്ടിൽ വരുന്നത്. അപ്പം എല്ലാവരുമായിട്ടും കുറേ സ്പെൻഡ് ചെയ്തു. ദേവൂട്ടി ഇത്രയും വർത്താനം പറയുന്നതൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഞങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ ക്ലിപ്സ് ഞാൻ എടുത്ത് വെച്ചു. അപ്പം നിങ്ങൾക്കും കേൾക്കാമല്ലോ. ദേവുവിൻ്റെ കുഞ്ഞിലത്തെ വീഡിയോകളൊക്കെ നമ്മൾ കഴിഞ്ഞ വട്ടം നാട്ടിൽ വന്നപ്പം കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം 6 മാസത്തിന് ശേഷം പിന്നെയും വരുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോയിൽ മുന്നിൽ വന്ന് സംസാരിക്കാൻ പറയുമ്പോൾ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഉത്രാട ദിവസത്തിലെ ഊണും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി അപ്പോൾ ഉപ്പേരി വറക്കലും കാര്യങ്ങളൊക്കെയാണ്. അമ്മ അതിനായിട്ട് ഏത്തയ്ക്ക് ഇങ്ങനെ വെള്ളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് അതും കൂടി ഒന്ന് വീഡിയോ എടുത്തതാണ്. വെളിയിൽ വന്നിട്ട് പപ്പ സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ കഴുകിടുമായിരുന്നു, ചേച്ചി വെളിയിലൊക്കെ തൂത്തുവാരുമായിരുന്നു. ആ സമയത്ത് ഞാനും ആ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തുടച്ചു വിട്ടു. അപ്പം അത്രയും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ വൈകുന്നേരം ഇനി പടക്കമൊക്കെ പൊട്ടിക്കണം. അതുമാത്രമല്ല നമ്മൾ അത്തപ്പമൊക്കെ ഇട്ടതിന് ശേഷം ഇനി നമ്മൾ തിരുവോണ ദിവസമൊന്നും തൂക്കാനൊന്നും പറ്റില്ലല്ലോ, അങ്ങനല്ലേ ശാസ്ത്രം. അപ്പം ഇതാ ഇവിടെ ഇപ്പോൾ അമ്മ ഉപ്പേരി വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സൈഡിലായിട്ട് ഇനി വറക്കാനുള്ളതും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പേരിയാണ്. നമുക്ക് ഇലയിൽ വിളമ്പണം, ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം, അതൊക്കെയല്ലേ ഉപ്പേരി വറക്കുന്നതൊക്കെ. നേരത്തെ വറക്കുന്നവരും ഉണ്ട്. ഇപ്പം ഞങ്ങളിവിടെ വരാനൊക്കെ കാത്തിരുന്നതിൻ്റെ പേരിൽ ഇന്ന് വറക്കുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഉപ്പേരി വറക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇത് വന്നിട്ട് പച്ചക്കറിയാണ്. നാളത്തേക്ക് ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ ഇങ്ങനെ അമ്മ നിരത്തിയിട്ടേക്കുക. ഫ്രിഡ്ജിൽ വെക്കുന്നതിനേക്കാൾ ഇങ്ങനെ നിരത്തിയിട്ടാൽ കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ നിരത്തിയിട്ടേക്കാണ്. ഇത് പിന്നെ വൈകുന്നേരം ആയിട്ടോ പൂവ്, നമ്മുടെ അനിയൻകുട്ടൻ പൂവൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നായിരുന്നു. പ്രസീദ് നമ്മൾ ക്വാറൻറ്റൈൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ. അവൻ പൂവൊക്കെ വാങ്ങിയിട്ട് വന്നായിരുന്നു. അപ്പം 2 കിറ്റ് 150 2 കിറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് പൂ കിട്ടുമല്ലോ. ഇനി വൈകുന്നേരം മേലൊക്കെ കഴുകി ദേവുമണി മേലൊക്കെ കഴുകി ദേവുമണി മേല് കഴുകാൻ പോകുന്നേ ഉള്ളൂ. അതിന് മുമ്പായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് കേട്ടോ കുഞ്ഞപ്പൻ. അപ്പം ഞങ്ങൾ എല്ലാം റെഡി ആയിട്ട് വൈകുന്നേരത്തെ അത്തപ്പൂവിനുള്ള പൂ ഒരുക്കണം. അപ്പോൾ ഈ പൂക്കളെല്ലാം സെപ്പറേറ്റ് ആക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. മിറ്റവും ഒക്കെ കണ്ടോ എല്ലാം നല്ല സൂപ്പറാക്കിയിട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ ഡ്രസ്സ് ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടോ. ഓണത്തിന് 2-3 ഡ്രസ്സുകൾ നമ്മൾ എന്തായാലും എടുക്കുമല്ലോ. അപ്പോൾ അതിലൊരു ടോപ്പും പാൻറ്റുമാണ് കേട്ടോ ഇത്. പിന്നെന്താണ് ദേവൂട്ടി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുവാണ്. നമ്മൾ എന്ത് ചെയ്താലും അവൾ പറയുന്ന പോലെ കേൾക്കും. അപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ വരും.
അപ്പം ഇനി അതാണ് കേട്ടോ കാണുന്നത്. ഇപ്പോഴല്ല, അത് ആദ്യം നമ്മളെല്ലാം റെഡിയാക്കി വെക്കണം. ഇതിനകത്ത് ഓറഞ്ച് കളർ, മഞ്ഞയല്ല കണ്ട, ഈ കളർ ദേവൂട്ടി മേല് കഴുകാൻ പോയ സമയത്ത് ബാക്കിയുള്ള പൂക്കളും ഇതുപോലെ ഞാനിങ്ങനെ എല്ലാം മാറ്റി മാറ്റി എടുക്കുക. ഓരോ കളറായിട്ട് മാറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ന്യൂസ് പേപ്പറിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഡിസൈൻ കൊടുത്തിട്ട് അതിനനുസരിച്ച് പൂ ഇടാവില്ല. അപ്പോൾ ഇതാ ഈ കാണുന്നതൊക്കെയാണ് കേട്ടോ പൂക്കൾ. ജമന്തി, ബന്ദി, റോസ, അരളി, അങ്ങനെ എല്ലാ പൂക്കളുടെ ഇച്ചിരി ഉണ്ട്. പിന്നെ ഇച്ചിരി കൂടെ കളറ് തോന്നിക്കാനായിട്ട് പച്ച കളറിലെ ഇലകൾ, അങ്ങനത്തെ ഇലകളോടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസൈൻ അനുസരിച്ച് കട്ട് ചെയ്തിടാമല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ അമ്മ അവിടെ വിളക്കിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അകത്തും വെളിയിലും അമ്മ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. വെളിയിലും നമ്മൾ ചട്ടിവിളക്കൊക്കെ കത്തിക്കുന്ന പോലെ തന്നെ നിലവിളക്ക് വെളിയിലും കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിവിളക്കൊക്കെ കത്തിക്കണം. പിന്നെ വെളിയിൽ വാഴയിൽ കത്തിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ ചട്ടിയിൽ വെളിയിൽ കത്തിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കത്തിക്കും. ഇപ്പോൾ നമ്മളിവിടെ ഇവിടെ പപ്പത ഇതുപോലത്തെ സംഗതി, കുത്തുവിളക്ക് പോലത്തെ സംഗതി, അതേ തന്നെ ചട്ടിയുള്ളതുണ്ടല്ലോ, അതിങ്ങനെ അടിച്ചുറപ്പിച്ച് വാതിൽ വെക്കുകയാണ്. ചിലർ റോഡിൻ്റെ സൈഡിലൊക്കെ വെക്കും, നമ്മളിവിടെ ആയിട്ടാണ് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇനി അതേൽ വിളക്ക് കത്തിക്കലും കാര്യങ്ങളും ഒക്കെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇത് വന്നിട്ട് ഇനി നമ്മൾ കുഞ്ഞു ചട്ടികൾക്കകത്തിൽ വിളക്കുകൾ കത്തിച്ച് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇനി അത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ 2-3 ചട്ടി വിളക്ക് വെക്കും. പിന്നെ ഇനി നമുക്ക് രാത്രിയിൽ അത്തപ്പൂ ഇട്ടിട്ട് അതിലും നമ്മളിങ്ങനെ ചട്ടി വിളക്ക് വെക്കും കേട്ടോ. അപ്പോൾ ഇത് വാതിലിൽ എന്തായാലും വിളക്ക് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഭയങ്കര കാറ്റാണ്, ഇവിടെയും നല്ല കാറ്റാണ്. അപ്പം അതിൻ്റെ പേരിൽ അണഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേങ്കിൽ ദൈവം സഹായിച്ച് ഈ ഓണത്തിന് ഉത്രാട ദിവസം വലിയ കാറ്റടിച്ചില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വിളക്കുകളൊക്കെ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും അതുപോലെ തന്നെ ദൈവമായിട്ട് ഹെൽപ്പ് ചെയ്യാണ് ഇങ്ങനെ ചട്ടി വിളക്കൊക്കെ വെക്കാനായിട്ടൊക്കെ. ഇത് കത്തിച്ച് ബാക്കി വിളക്കുകളുണ്ടല്ലോ, അതിന് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു പോർഷനിൽ ഇതുപോലെ കത്തിച്ച് വെക്കുകയാണ് കേട്ടോ. ഇതാ സൈഡിൽ ദേവൂട്ടി നിപ്പുണ്ട്, ഉമ്പുറ്റിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിപ്പുണ്ട്. അങ്ങനെ ചട്ടി വിളക്കുകളൊക്കെ വെച്ചു.
അപ്പം ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ സായാഹ്നം. നമ്മുടെ വൈകുന്നേരം നല്ല ഭംഗിയിലെ ആകാശമൊക്കെ കാണാൻ. ദാ അവിടെ പട്ടികളൊക്കെ ഓടി വരുന്നത്. അങ്ങനെ നമ്മൾ വൈകുന്നേരം ഇതാണ് മൊത്തത്തിലുള്ള വ്യൂ എന്ന് പറയാം. നമ്മൾ വാതിലിൽ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ എന്താ പറയുക വീടിൻ്റെ വാതിലുണ്ട്. നമ്മൾ കാണിച്ചില്ലേ ഇവിടെയൊക്കെ വിളക്ക് വെച്ചത്. വേണമെങ്കിൽ ഫുള്ള് വെക്കാം, പക്ഷെ കാറ്റടിക്കുമെന്നുള്ള പേടിച്ച് വെച്ചില്ല. പക്ഷേ എങ്കിൽ കാറ്റൊന്നും ഒരുപാട് അടിച്ചതും ഇല്ല. ആ കേട്ടത് ദേവുട്ടൻ്റെ പാട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ മൊത്തത്തിലുള്ളൊരു ഫോട്ടോ ഞാൻ എടുത്താണ്. അപ്പം ഇതാ നമ്മുടെ വിളക്ക് കത്തിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദീപാവലിക്കൊക്കെ പടക്കമൊക്കെ പൊട്ടിക്കില്ലേ, അതേപോലെ ഇവിടെ നമ്മൾ പടക്കവും പൂത്തിരി, കമ്പിത്തിരി, മത്താപ്പ് എല്ലാം കത്തിക്കും. ഇനിയപ്പം ആ ചടങ്ങിലേക്കുള്ള പരിപാടി. അപ്പോൾ ഓരോ വീട്ടിലപ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പപ്പ വെളിയിൽ പോയിട്ടുണ്ടായിരുന്നു. പപ്പ വരുന്നത് നോക്കിയിരിക്കുക. അപ്പോൾ അതാ അങ്ങ് അപ്പുറത്തെ വീടുകളിലൊക്കെ ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് തുടങ്ങി ഓരോരുത്തർ സ്റ്റാർട്ട് ചെയ്തു. വൈകുന്നേരം ആകുമ്പോഴേ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതാ നമ്മുടെ ഏട്ടായി പൂത്തിരിയൊക്കെ കത്തിച്ചിപ്പോൾ ദേവുവിന് കൊണ്ട് കൊടുക്കും. അങ്ങനെ ദേവുട്ടന് ആദ്യം പേടിച്ചെങ്കിലും അവളും കത്തിച്ചു കേട്ടോ. പിന്നെ എല്ലാവരും കൂടിയിട്ട് കത്തിക്കലാണ് കേട്ടോ. ഹാപ്പി ഓണം. കുറേ നേരമുണ്ട്. സൂപ്പറാണോ ദേവു? ഇഷ്ടപ്പെട്ടാ? ഇത് സംഭവം പൊളിയാട്ടോ. കൊറേ നേരം നിൽക്കല്ലേ. അപ്പം ഇനിയിപ്പോൾ ഏട്ടൻ്റെ വീട്ടിലെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അവിടുത്തെ വീട്ടിൽ ഞങ്ങളുടെ 2 വീടുകളും അടുത്തടുത്താണ്. ഇങ്ങനെ വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത്. വണ്ടിയിൽ അവിടം വരെ പോയിട്ട് അവിടെയും കൂടിയിട്ട് ഒത്തിരി ഒരുപാട് ദിവസം വൈകുന്നേരം പോവല്ല, അങ്ങനെയൊന്ന് പോവാണ്. അപ്പം ഇവിടെ നമ്മുടെ വീട് സ്റ്റാർട്ട് ചെയ്തു. ഇത് നമ്മുടെ എൻ്റെ വീടിൻ്റെ മതിലാണ് കേട്ടോ. അവിടെ എല്ലാം ഫുള്ളുണ്ടായിരുന്നു. അമ്മ പറയുന്നു ഒത്തിരി വിളക്കുകൾ കത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി പോയിട്ട് കുറേ വിളക്കുകളൊക്കെ അണിഞ്ഞു പോയി. ഞാൻ പറഞ്ഞില്ലേ വാഴയിൽ വിളക്ക് വെക്കും. അവിടുത്തെ വീട്ടിൽ ഇങ്ങനെ വാഴയിലാണ് കേട്ടോ വിളക്ക് വെച്ചിരുന്നത്. കണ്ടോ അച്ഛൻ ഇത് വാതിലിൽ നിപ്പുണ്ട്. ഞങ്ങളെയും കാത്ത് നിന്നതാണ്. നിറയെ വിളക്ക് വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ അണിഞ്ഞു പോയി. അച്ഛൻ രണ്ടാമതെയൊക്കെ എണ്ണ ഒഴിച്ച് വെച്ചിരുന്നു. പിന്നെ ഞാൻ ഒത്തിരി ലേറ്റായപ്പോൾ പിന്നെ എണ്ണ ഒഴിപ്പൊക്കെ നിർത്തി. എന്താ പൊന്നെ? അയ്യോ എന്താ ഓടുന്നേ? അപ്പം ഇനി അവിടുത്തെ വീട്ടിലെ ആഘോഷങ്ങളാണ്. ആഘോഷങ്ങളെന്ന് പറയാൻ പടക്കവും ഒന്നും പൊട്ടിച്ചില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് ചേട്ടൻ ഞങ്ങളുടെ സന്തോഷം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ അങ്ങനെ ആട്ടവും പാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഈ വീഡിയോയിൽ വന്നിട്ട് ചേച്ചിയെയും കുഞ്ഞുങ്ങളെയും കാണില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമുക്കിത് എടുക്കാൻ പറ്റില്ല.
2 മക്കൾക്കും കിച്ചുവിനും പൊന്നുണ്ണിക്കും വന്നിട്ട് ഇങ്ങനെ പടക്കവും കാര്യങ്ങളൊക്കെ പേടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ അവരെയും കൊണ്ട് ചേച്ചി അകത്തായി പോയതുകൊണ്ട് അവർ മാത്രം വീഡിയോയിൽ വന്നിട്ടില്ല. ആദ്യമൊക്കെ അവൻ വന്ന് നിന്നെങ്കിലും ഇങ്ങനെ ഇത് കത്തുന്നൊക്കെ കാണുമ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പേടി വരുമല്ലോ, അങ്ങനെ പേടിയാണ് അവർക്ക്. ശരി, എൻ്റെ ദൈവമോ. ഹാപ്പി ഓണം. പൊള്ളിക്കല് സന്തോഷ ജന്മദിനം അമ്മ ഇത് ഞാൻ ഇടും അമ്മ. അപ്പോൾ ഇപ്പോൾ കണ്ടത് എൻ്റെ കണ്ണൻ ചേട്ടായുടെ ഒപ്പമുള്ള കലാപരിപാടികളായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് പോലെ അതൊക്കെ നല്ലതല്ലേ, എന്താ പറയുക, കാണുന്നവരെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം അല്ലേ, അത്ര തന്നെ ഉള്ളൂ. ഞങ്ങളിങ്ങനെയാണ്, ഓപ്പൺ മൈൻഡാണ്, എല്ലാവരും ജോളിയായിട്ട് തന്നെ ഇരിക്കുക, എല്ലാവരോടും ഒത്തുകൂടുമ്പം കേട്ടോ. അപ്പം അതൊക്കെയായിരുന്നു ഇപ്പോൾ കണ്ടത്. ഇനി എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഇനി അത്തപ്പൂ ഇടാണ് കേട്ടോ. ഏട്ടൻ്റെ വീട്ടിൽ തിരിച്ച് വന്നു. ഇനി ഇവിടെ അത്തപ്പൂവിനുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ വരയ്ക്കാം. അപ്പോൾ ഇനിയിപ്പോൾ അത്തപ്പൂ ഇടുന്നതൊക്കെ നമുക്ക് കണ്ടു നോക്കാം. അപ്പം ഇത് നമ്മുടെ ദേവട്ടി പറയാതിരിക്കാൻ പറ്റില്ല. അത്തപ്പൂ ഇടാൻ അവൾ വന്നിരുന്നപ്പോൾ ഞാൻ ആദ്യം വെച്ചത് ഇവൾ പൂവൊക്കെ വലിച്ച് 4 വഴിക്ക് എറിഞ്ഞ് അത്തപ്പൂവൊക്കെ 2 വഴിക്കാവുന്നതാണ്. പക്ഷെ അവളൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് തൊട്ടടുത്തൊരു കുഞ്ഞു വട്ടമൊക്കെ വരച്ച് അതിനകത്ത് അവളെ ഇച്ചിരി പൂവൊക്കെ എടുത്തിടുമായിരുന്നു. നല്ല ഹെൽപ്പായിട്ട് അവൾ വന്ന് കൂടിയിരിപ്പുണ്ടായിരുന്നു. രാത്രി അത്രയും സമയമായിട്ടും ഇരുട്ടായിരുന്നു കേട്ടോ. എന്നിട്ടും അവൾ ഉറങ്ങാതെ നമ്മുടെ കൂടെ ഇരുന്ന് അത്തപ്പൂവൊക്കെ ഇടാനായിട്ട് ഹെൽപ്പ് ചെയ്ത് അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്ത് വന്നപ്പം അതാ ഈ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുമ്പം കാണാൻ അടിപൊളിയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത്തപ്പൂ എല്ലാ വട്ടത്തെക്കാളും പൂവും കൂടുതലായിരുന്നു. അവിടെ തന്നെ നമ്മുടെ അത്തപ്പൂവും വലുതായിരുന്നു. അങ്ങനെ നമ്മുടെ അത്തപ്പൂടിയിലും കഴിഞ്ഞു. ഇനി തിരുവോണത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഉത്രാട ദിവസം തലേദിവസം ഇത്രയൊക്കെ ഉള്ള വിശേഷങ്ങൾ. അപ്പം ഇനി അത്തപ്പൂട്ട് ഫൈനൽ ലുക്ക് കൂടി നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അത്തപ്പൂടിയിലും കഴിഞ്ഞു. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ, ഞങ്ങളുടെ ഉത്രാട ദിന പ്രത്യേക പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പം ഇനി തിരുവോണ ദിനത്തിലെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.